ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ സ്വപ്നമ്മയുടെ അച്ചുകുട്ടി വ്ളോഗ്. അപ്പോൾ ദേ ഫസ്റ്റായിട്ട് ഞങ്ങൾ പോകുന്നത് ഞാനും എൻ്റെ ഫാമിലിയും കൂടെ പോകുന്നത് എവിടെയാണെന്നറിയോ? നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ ക്ഷേത്രത്തിൽ പോകുന്നത്. ഭയങ്കര എക്സൈറ്റഡ്, ഹാപ്പി ആട്ടോ. ഇതുവരെയായിട്ട് ട്രിവാൻഡ്രത്ത് കിടന്നിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ നല്ലപോലെ തൊഴുത്, നല്ല വൃത്തിയായിട്ട് തൊഴുത്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കൃഷ്ണൻ കിടക്കുന്നതൊക്കെ കാണാൻ. അപ്പം നല്ല രസമായിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളങ്ങനെ തിരിച്ചു പോവാണ്. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ നല്ലതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിതേ ഒരു ഹോട്ടലിൽ കയറി. ഞാൻ ദോശയും മുട്ടക്കറിയും വാങ്ങിച്ചു, ബാക്കി എല്ലാവരും ഇടിയപ്പവും മുട്ടക്കറിയായിട്ടോ വാങ്ങിച്ചതിന് ശേഷം വീട്ടിൽ വന്നിട്ട് ഞാനും അച്ചാമ്മയും കൂടെ അപ്പോൾ ഔട്ടിങ്ങിന് നമ്മൾ പോവാണ് അച്ഛമ്മയുടെ കൂടെ. ഇടയ്ക്കിടയ്ക്ക് ഇതുവരെ ഔട്ടിങ്ങിന് പോകാറുണ്ട് കേട്ടോ അച്ഛമ്മയുടെ കൂടെ. നല്ല രസമാണ്. നമ്മൾ ഒരു ദിവസം ഫുള്ള് ഇതുപോലെ പോവും, എവിടെയെങ്കിലൊക്കെ അത്യാവശ്യത്തിനൊക്കെ നമ്മൾ പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഹോസ്പിറ്റലിലും പിന്നെ വേറെ 1-2 സ്ഥലത്തേക്കാണ്. നമുക്ക് പോകുന്ന വഴിയിൽ നമുക്ക് കാണാം. രാവിലെ ടെമ്പിളിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ചെറുതായിട്ട് ടയേർഡായതുകൊണ്ട് പോകണമെന്ന് ഒരുപാട് ചിന്തിച്ചിട്ടാട്ടോ പോയത്. പക്ഷേ പിന്നെ വിചാരിച്ച് അച്ചാമ്മയ്ക്ക് കണ്ണ് കാണിക്കണമെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെ അങ്ങ് പോയി. ഞാൻ ട്രിവാൻഡ്രത്ത് വെമ്പായത്താണ് താമസിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ വെമ്പായം ജംഗ്ഷൻ. അങ്ങനെ ഞങ്ങളൊരു ടെമ്പോ പിടിച്ചങ്ങ് പോവാണേ. പിന്നെ ഞങ്ങളൊരു ഓട്ടോയിലും കൂടെ കയറിയേ. അങ്ങനെ അവസാനം നെടുമങ്ങാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെത്തി. പോയപ്പോഴാണെങ്കിലും അവിടെ OPയും തീർന്നു. അപ്പോൾ പിന്നെ തിരിച്ച് ഒരു എംപ്ലോയ്മെൻറ്റ് ഓഫീസിലൊരു കാര്യത്തിന് പോകാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ അതിന് ശേഷം ഞങ്ങളത് 2 ഷാർജയും വാങ്ങിച്ച് ഓരോ പപ്സും മീറ്റ് കൂടെ വാങ്ങിച്ച് കഴിച്ചേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ വെമ്പായ ജംഗ്ഷനിലുള്ളതാണ്. പിന്നെ അതിനുശേഷം തിരിച്ചു വരാൻ നേരത്തെ ചെമ്പരത്തി ഇലയും മുരിങ്ങ ഇലയൊക്കെ കണ്ട് അങ്ങനെ അതും കൂടെ പറിച്ച് കുറച്ച് ഹെയർ കെയർ ഒക്കെ ചെയ്യാമെന്ന് വെച്ചിട്ട് മുടിയൊക്കെ നമുക്ക് സംരക്ഷിക്കണ്ടേ. അങ്ങനെ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ നല്ല നെത്തോലി പൊരിക്കുന്നു, അതുപോലെ തന്നെ ചോറ് നല്ലപോലെ വേവുന്നു. അതിൻ്റെ കൂടെ നല്ല നെത്തോലി പീര വറ്റിച്ചതുണ്ടായിരുന്നു. പിന്നെ കപ്പയും. ആഹാ, വേറെ എന്തിനു വേണം. അതിനുശേഷം ഒരു മുട്ടായും കൂടെ കഴിച്ച് ഞങ്ങളതേ വൈകുന്നേരം ബീച്ചിൽ പോയിന്ന് കറങ്ങിയേ. കുറേ നാളായിരുന്നു ബീച്ചിലൊക്കെ ഒന്ന് പോയിട്ട്. അങ്ങനെ ഞാനും ഫാമിലിയും കൂടെ ബീച്ചിലൊക്കെ പോയിന്ന് കറങ്ങി. അങ്ങനെ അവസാനം തിരിച്ച് വന്ന് രാത്രി നല്ല ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും അങ്ങനെ കാടമുട്ട ഫ്രൈയും കൂടെ അങ്ങ് കഴിച്ച്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് കഴിഞ്ഞു. ഫുഡ് കഴിച്ച് വയറൊക്കെ നിറഞ്ഞതേ നമ്മൾ കിടക്കാൻ പോവാണ്. കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് നമ്മളിപ്പോൾ കിടക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതുപോലെ ലോങ് വീഡിയോ ഇടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾ വേണം പറയാൻ. അപ്പോൾ ഇതിന് മുമ്പിട്ട് റീൽസൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എല്ലാവർക്കും ലൈക്ക് ചെയ്തിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്, കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഓരോ ദിവസവും ഓരോ റീലിടാനും ഇതുപോലെ ലോങ് വീഡിയോസൊക്കെ ഇടാനുള്ള സപ്പോർട്ട് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനിയും ആ സപ്പോർട്ട് എനിക്ക് വേണം. ഓക്കെ, അപ്പോൾ എല്ലാവരും എനിക്ക് കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് കഴിയുകയാണ്. ഇനി അടുത്ത വ്ളോഗുമായിട്ട് വീണ്ടും വരുന്നവരെ ബൈ.